ഒരു ദൈർഘ്യമേറിയ ആമുഖത്തിലേക്കോ മറ്റു കാര്യത്തിലേക്കോ കിടക്കുന്നില്ല. സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോട്ട് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാറ് ഫോക്കസ് ചെയ്ത് പറയുന്നൊരു കാര്യം, ബിസിനസ് പണം പേഴ്സണൽ പണം അല്ല. ഇന്ന് ഭൂരിഭാഗം ബിസിനസ്സുകാർക്കും ഒരു പക്ഷേ അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നൊരു കാര്യമായിരിക്കാം ഇത്. അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കിയത് പറയാൻ പറ്റുമോ? തീർച്ചയായും ബിസിനസ്സിലെ പണം പേഴ്സണൽ പണമല്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ നിയമാനുസൃത ടാക്സും കൊടുത്ത് അതിൽ പിന്നെ ബാക്കി ഉണ്ടുവെങ്കിൽ അത് മാത്രമാണ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് കിട്ടാവുന്നത്. ബാക്കിയുള്ള പണമെന്ന് പറയുന്നത് ആ ബിസിനസ്സിനെ നിലനിർത്താനുള്ള പണമാണ്. ആ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ നിലനിർത്തിയില്ല എങ്കിൽ അതിൽ നിന്ന് പണം എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ ആ ബിസിനസ് പൊട്ടിപ്പോകും. അപ്പോൾ ആ ബിസിനസ് പൊട്ടുമ്പോൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഉപഭോക്താക്കളുണ്ട്, അതിൻ്റെ ജീവനക്കാരുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. അങ്ങനെ പല ആൾക്കാരും അതിൽ കുഴപ്പത്തിലാവും. അതുകൊണ്ടാണ് ബിസിനസ് പണം ഒരിക്കലും പേഴ്സണൽ പണമല്ല. ആ പണം നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു ഭൂരിഭാഗം ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ സാധാരണ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പെടുന്ന പല ആൾക്കാരും ഇതിനെ സംബന്ധിച്ച് അവെയറല്ല. ഇപ്പോൾ അവർക്കൊരു ബിസിനസ്സിനൊരു ഫണ്ട് വരുന്നു. ആ ഫണ്ട് വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു കാറ് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്ത പല കാര്യത്തിലും ഈ പണം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. ഈ ഫണ്ട് ഷോർട്ടേജ് വന്ന് പൊളിയുന്ന പല കമ്പനികളുടെയും പിന്നിലുള്ള കാരണം ഈ ഫണ്ട് വകമാറ്റൽ തന്നെയാണ്. ഇത് എത്ര ആവർത്തി കണ്ടാലും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് മനസ്സിലാകാത്തത്? ഈ ഒരു കാര്യത്തിലൊരു എഡ്യൂക്കേഷൻ ഉണ്ടാകാതെ പോകുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടായിരിക്കും? അതിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായാലും വക്കീലെ, ഈ ഓരോ കാര്യങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കുന്നത് അവൻ്റെ ജനിതകമായ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച്. ഇപ്പം മനുഷ്യനെന്ന് പറയുന്നത് ഇതുപോലെ കൂടുതൽ ചിന്തിക്കാൻ ശേഷിയുള്ളവരല്ല. നമ്മുടെ തലച്ചോറ് അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയ ശതമാനം, 5% താഴെ വലിപ്പമുള്ളൊരു സാധനം. എന്നാൽ നമ്മുടെ എനർജിയുടെ 20% അതിന് ഉപയോഗിക്കണം. അപ്പോൾ ആ എനർജി അങ്ങോട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനവിടെ ഒരു പ്രത്യേക സ്ട്രെയിൻ വേണ്ടി വരും. അതിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ ആൾക്കാർ എപ്പോഴും ഷോർട്ട് കട്ടിലേ പോവുള്ളൂ. പണം കാണുമ്പോഴത്തേക്ക് മോഹങ്ങളുടെ പിന്നാലെ അവർ പോകും. അതവരുടെ ഒരു ദീർഘവീക്ഷണ കുറവ് കൊണ്ട് തന്നെയാണ്. സാർ, ഇപ്പോൾ ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആരും ആയിക്കോട്ടെ. അപ്പോൾ ഒരു പ്രൊഫഷണൽ അയാളെ തൊഴിൽ ചെയ്യുന്നത് വർഷങ്ങൾ നീണ്ട പഠനത്തിന് ശേഷം ക്വാളിഫൈഡ് എക്സാമിനേഷൻ എഴുതി പാസ്സായി, പിന്നെ ആരുടെയെങ്കിലും ജൂനിയറായിട്ട് കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്ത് ഇതിനൊക്കെ ശേഷമാണ് ഒരു ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസിലോട്ട് അവർ വരുന്നത്. എന്നാൽ ഒരു ബിസിനസ്സുകാരൻ്റെ കാര്യത്തിൽ ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കെട്ടുപാടുകളുമില്ല. ഡയറക്റ്റായിട്ട് അവർ വരുന്നു, ഡയറക്റ്റായിട്ടൊരു ഷോപ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് എന്താണോ, കുറച്ച് റീലുകൾ കാണുന്നു, അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബ് ചാനൽ കാണുന്നു, ആരെങ്കിലും രണ്ടുപേരുടെയൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആണോ ബിസിനസ് എന്ന് പറയുന്നത്? ഏത് ബിസിനസ് ആണെങ്കിലും ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ പഠനവും കരുതലും ആവശ്യമാണ്. പക്ഷേ നമുക്ക് നിലവിൽ അങ്ങനെ ഒരു നിയമമില്ല. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, അതിൻ്റെ ലീഡേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പാർട്ടിയിലും ഒരു ലീഡർക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. പക്ഷേ അവിടെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് അതിനനുസരിച്ച് വരും. പക്ഷേ നമുക്ക് നേരത്തെ എഡ്യൂക്കേഷൻ കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ അവർ നോൺ അക്കാഡമിക്കലായിട്ട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ബിസിനസ് മേഖലയെ സംബന്ധിച്ച് ഇന്ന വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. പക്ഷേ നിയമവും കാര്യങ്ങളും എല്ലാം അറിഞ്ഞാൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലായെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഡിറ്റേഴ്സും മറ്റുള്ളവരും ഒക്കെ പറയുന്നിടത്ത് സൈൻ ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ സൈൻ ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവർ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യും. അവർക്ക് അപ്പോൾ പല ദുരന്തങ്ങളിലേക്കും അത് പോകും. നമ്മുടെ ചുറ്റാകെ നമ്മൾ കാണുന്നതല്ലേ. അതൊരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി അതിലെനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൽ ചില ബിസിനസ്സുകൾ, ഇപ്പോൾ ഒരു ഷോപ്പ് എടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ബിസിനസ് പൊതുജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഹാരവും മറ്റും ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ്സുകളുണ്ട്. ചെറിയ ബിസിനസ്സാണ്. ഒന്നുമില്ലെങ്കിൽ തട്ടുകട തുടങ്ങാമെന്ന് പറയുന്ന ഒരു സംരംഭം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിന് വേണ്ട ശുചിത്വം, അതിനെന്തൊക്കെ ചേർക്കണം, അതിൽ ഏതെങ്കിലും ഒരു വെണ്ടർ ഒരു സാധനം കൊണ്ട് കൊടുത്താൽ ഇത് അതിൽ ചേർക്കാവുന്നതാണോ, ഇത് ആൾക്കാർക്ക് ഉപയോഗിക്കാമോ എന്നൊന്നും നോക്കാതെ ചെയ്യുന്ന സംഗതികളുണ്ട്. ഇപ്പോൾ എണ്ണ വെച്ച് വല്ലതും പൊരിക്കുമ്പോൾ അതിനകത്ത് മറ്റ് ഈ പ്ലാസ്റ്റിസൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയിൽ കൂടുതൽ സാധനങ്ങൾ പൊരിച്ചെടുക്കാനും ഇതിന് ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. ഇവരത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അത് സംഭവിക്കില്ല. പക്ഷെ അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇല്ല എന്ന് പറയേണ്ടി വരും. സാർ, അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ നോക്കിയാലും യൂട്യൂബ് ചാനൽ നോക്കിയാലും ഇവിടെയൊക്കെ ബിസിനസ് പഠിപ്പിക്കുന്ന കോച്ചുമാരുടെ ബഹളമാണ്, ഇല്ലേ? മെൻറ്റർമാരേ ഉള്ളൂ. മെൻറ്റർമാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. ഏത് സൈഡ് ചെന്നിരുന്നാലും മെൻറ്റർമാരാണ്. എന്നാൽ ഈ മെൻറ്റർമാർ ആരും തന്നെ
ഒരു ബിസിനസ്സും ചെയ്ത് വിജയിപ്പിച്ചവരല്ല. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് 7 ബിസിനസ് നടത്തി പൊട്ടിയതാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ള എൻ്റെ മൂലധനം, അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിയ ശേഷം ജയിലിൽ കിടന്നതാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ള അനുഭവജ്ഞാനം. അപ്പോൾ ഈ പൊട്ടി പാളീസായി ജയിലിൽ കിടന്നു എന്നുള്ളത് ആണ് എൻ്റെ അനുഭവ പാഠം എന്ന് പറഞ്ഞ് വരുന്നവർ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ടൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്, എന്തൊക്കെ ലൈസൻസ് വേണം, ഇതെങ്ങനെ എടുക്കാം, ഇതില്ലെങ്കിലുള്ള കുഴപ്പങ്ങൾ എന്താണ്, ഇതൊന്നും ഇവരാരും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ ആ രീതിക്ക് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു മെൻഡറിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബിസിനസ് നടത്തി പൊളിഞ്ഞ ആളായിക്കോട്ടെ വിജയിച്ച ആളായിക്കോട്ടെ മെൻഡറായി നിന്നുകൊണ്ട് ഒരാളിനെ പഠിപ്പിച്ച് ബിസിനസ്സുകാരനാക്കാൻ പറ്റുമോ? അത്രയും കഴിവൊക്കെ ഉള്ള മെന്ററാണെങ്കിൽ തീർച്ചയായിട്ടും ടൈം ടു ടൈം പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയും. പക്ഷെ അതെല്ലാം ഒരു വ്യക്തിക്ക് എത്രത്തോളം അത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പണ്ട് പറയുമായിരുന്നു തപാലിൽ കൂടി നീന്തൽ പഠിക്കും എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്നിട്ട് വെള്ളത്തിലിറങ്ങിയാൽ ആ സ്ഥിതി എങ്ങനെ ആയിരിക്കും, അത് കണക്കാക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം എല്ലാ മെന്റർമാരെയും നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അവരുമായിട്ട് പരിചയമില്ല, എനിക്ക് മെന്റർ ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിലും അതിന്റെ ജനറൽ ഇതാണ്, ഈ പോസ്റ്റലിൽ കൂടി നമ്മൾ തപാലിലൂടെ നമ്മൾ നീന്തൽ പഠിക്കുന്നത് പോലെയൊക്കെ ഉള്ള സംഗതികളിലേക്ക് ആകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മെന്റർക്ക് അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ആൾക്കാരെല്ലാം കൂടെ വിളിച്ചു കൂട്ടുന്നു, പറയുന്നു, ഹിപ്നോട്ടൈസ് ചെയ്ത് മാർക്കറ്റിംഗ് നടത്താമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വരൂ പൈസ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എത്രത്തോളം അതിൻ്റെ സിൻസിയറിറ്റി എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. ഇപ്പം എൻ്റെ മകൻ പ്രവീൺ, അദ്ദേഹത്തിന് IAS പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളത് പിന്നീട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എങ്കിലും അവനൊരു കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ചോദിച്ചത്, ഈ കോച്ചിങ് സെൻറ്റർ നടത്തുന്ന ആള് ഒരു റിട്ടയർഡ് IAS കാരനോ IAS കഴിഞ്ഞ ആളാണെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഒരിക്കലും ഞാൻ പറഞ്ഞു, അപ്പോൾ മോൻ അങ്ങനെ പോകുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ആർക്കും എന്തും വിൽക്കാമല്ലോ, പക്ഷെ വാങ്ങുന്ന ആളിനൊരു ബോധം ഉണ്ടെങ്കിൽ അനാവശ്യമായ സാധനങ്ങളൊന്നും തന്നെ വിൽക്കാൻ കഴിയില്ല. ഈ ബിസിനസ്സിൽ ഇപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സമീപിക്കേണ്ട ഒരു കാര്യമാണോ ബിസിനസ് എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ഇന്ന് നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യം, നമ്മൾ പഴയ കാലങ്ങളുമായിട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ കാട്ടിൽ വേട്ടയാടി നടന്നവരാണ്. അത് കഴിഞ്ഞ് ഗുഹകളിലും മറ്റുമൊക്കെ താമസിച്ചു, പിന്നെ കുറച്ച് കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചു. ഇന്ന് കൃഷിപ്പണി ചെയ്യുന്നവർ കുറവും 1-2% മാത്രമേ കാണൂ. ബാക്കി 98% അതുമായി അനുബന്ധ തൊഴിലുകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് വേണ്ടിയിട്ട് ആ പണം അത്രയും പോകുന്നത്. അത് ആഹാരത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ മാൻ പവർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മുടെ ലക്ഷറി നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം അത്രയും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും തൊഴിലുകൾ അവിടെയുണ്ട്. ഈ തൊഴിൽ വർദ്ധിച്ചതും ഈവൻ എന്തിന് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 3ാം ലോക മഹായുദ്ധം എന്നുള്ളൊരു സംഭവത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോവും എന്ന് നമ്മൾ കണ്ടിട്ട് പോലും അതിലേക്ക് പോകാതിരിക്കുന്നത് ഇന്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഇടപെടലുകൾ കൊണ്ടും വ്യവസായം അത്രയും പുരോഗമിച്ചു വന്നതുകൊണ്ടും അത് ബിസിനസ്സിന്റെ രീതിയാണ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം വിചാരിക്കുന്നതിനേക്കാളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വലിയ സംഭവമാണ്. ഓരോ ബിസിനസ്സുകാരനുമാണ് നമ്മുടെ നാട്ടിലെ പട്ടിണി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ടാക്സും ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെല്ലാം അവരാണ്. ആ ബിസിനസ്സുകാരിൽ കുറേ പേർക്ക് ചിലപ്പോൾ പണം ഉണ്ടാക്കണമെന്നുള്ള മോഹത്തിൽ അവർ വരുമായിരിക്കും. പക്ഷേ ഒരു നല്ല സമൂഹത്തിനെ കെട്ടിപ്പടുക്കണം, ഒരു നല്ല രാജ്യത്തിനെ കെട്ടിപ്പടുക്കണം, നമുക്കൊരു നല്ല സമൂഹം ഉണ്ടാകണം, അതവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ലാഭം കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. കാരണം ലാഭം കിട്ടിയെങ്കിൽ മാത്രമല്ലേ അതിനകത്ത് മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുള്ളൂ. അപ്പോൾ അവർക്ക് ലാഭവിഹിതം കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. അല്ല, ആ റെസ്പോൺസിബിലിറ്റീസ് മറന്നുകൊണ്ട് ഈ പൈസയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി മാത്രം സമീപിക്കാവുന്ന ഒരു കാര്യമാണ് ബിസിനസ്. അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് കുറച്ച് പണം ഉണ്ടാക്കി അങ്ങ് സെറ്റിലായി കളയാം എന്നുള്ള ചിന്തയിൽ വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ. കാരണം നമുക്ക് ഈ 100 ബിസിനസ് പുതുതായിട്ട് കേരളത്തിൽ വരുമ്പോൾ, ഇന്ത്യയിൽ വരുമ്പോൾ 100 എണ്ണം വരുമ്പോൾ 95 എണ്ണം പരാജയപ്പെടുകയും 5 എണ്ണം മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നത് ഈ ഒരു സമീപനം കൊണ്ടുകൂടിയല്ലേ? ആണ്. ആ ഒരു സമീപനം കൊണ്ടും ആണ്. അങ്ങനെയുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ചുറ്റാകെ നടക്കുന്നുണ്ട്. അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. അതായത് ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പിരമിഡാണ്. അതിൻ്റെ ബേസ് എത്രത്തോളം വലുതാണോ അതിന് ഉയരത്തിലേക്ക് പോകാൻ പറ്റും. അതേസമയം പെട്ടെന്നൊരു ബൂമിങ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ വെർട്ടിക്കലി നമ്മളിങ്ങനെ കെട്ടിപ്പൊക്കാൻ നടത്തി കഴിഞ്ഞാൽ അത് അടിസ്ഥാനമില്ലാതെ കെട്ടിപ്പടുക്കാൻ നോക്കിയാൽ അത് തീർച്ചയായിട്ടും തകരും. പിന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ആ പ്രോഡക്റ്റിനെ നിലനിർത്തുന്നത്. ഇപ്പോൾ ചിലർ വിചാരിക്കും നമുക്ക് കുറേ ഗിമിക്കുകളൊക്കെ പറയാം, കുറേ പരസ്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് എന്ന് വിചാരിച്ച് ചെയ്യും. പക്ഷേ അതൊന്നും എന്താണ് പറയുക, റിപ്പീറ്റ് പർച്ചേസ് വരില്ല. നമ്മുടെ ഓരോ പ്രോഡക്റ്റിൻ്റെയും റിപ്പീറ്റ് പർച്ചേസാണ് ആ പ്രോഡക്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്.
അപ്പോൾ അത് ആൾക്കാരെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ആൾക്കാർക്ക് അവർക്ക് അത് നോക്കാൻ പറ്റും. ഒരു ചെറിയ നിമിഷമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബിസിനസ്സുകളൊന്നും ഒരിക്കലും നിലനിൽക്കില്ല. അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ എത്രയോ എണ്ണം തകർന്നു പോകുന്നുണ്ട്. അതാണ് ഈ വക്കീൽ പറഞ്ഞ ഈ 95% അതിൽ അടച്ചുപൂട്ടപ്പെടുന്നത് സിക്ക് ഇൻഡസ്ട്രിയായി മാറും. ഇപ്പോൾ സാറ് ജീവിതത്തിൻ്റെ ഏറെ വലിയൊരു കാലഘട്ടം വിദേശത്ത് കഴിഞ്ഞ ആളാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ വളരെ വലിയ പ്രോജക്റ്റിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അതിന് ശേഷമാണ് കേരളത്തിൽ വരുന്നതും ഇവിടെ പല കമ്പനികളും സാർ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ കേരളത്തെക്കാളും ഒരുപാട് ഫെസിലിറ്റീസ് കൂടുതലുള്ള, ഫീച്ചേഴ്സ് കൂടുതലുള്ള, അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും വളരെ ഈസിലി അക്സസബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് സാറിൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ പങ്ക് അവിടെ നടത്തിയത് കൊണ്ട് ഇപ്പോൾ വിദേശത്തൊരു ബിസിനസ് തുടങ്ങുന്നതോ നടത്തിക്കൊണ്ട് പോകുന്ന സാറിനെ സംബന്ധിച്ചൊരു സംസാരിക്കേണ്ട ഒരു പ്രശ്നം പോലും അല്ല, ഈസിയായിട്ട് നടക്കും. എന്നിട്ടും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഒട്ടും വ്യവസായ സൗഹൃദമല്ല എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ ജീവിതത്തിൽ സാർ ഉണ്ടാക്കിയ സമ്പാദ്യത്തിൻ്റെ സിംഹഭാഗവും ഇൻവെസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് ധൈര്യം വന്നത്? എന്നെ സംബന്ധിച്ച് ഞാനൊരു ഗ്ലോബൽ പേഴ്സണാലിറ്റിയാണ്. ഞാൻ നമ്മുടെ ഭൂമിയെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നും നമ്മൾ എവിടെ ജീവിക്കുന്നവരും ഈക്വലി ആണെന്നും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതേസമയം നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തിൻ്റെ പൾസ് നമുക്കറിയാം. ഇപ്പം എനിക്ക് വക്കീലിൻ്റെ ശരീരത്തിൽ ചൂടെത്രയാണെന്നോ, വക്കീലിന് ഇപ്പോൾ തലവേദനയുണ്ടോ, മറ്റേതെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ശരീരത്തിന് എനിക്കറിയാം. അത് നമ്മുടെ ജനിച്ചു വളർന്ന പ്രദേശവും നമുക്ക് അതുപോലെയാണ്. പിന്നെ ഓരോ പ്രദേശത്തും നല്ലതും ചീത്തയുമായ കാര്യങ്ങളൊക്കെ കാണും. അതിൽ ഓരോ ബിസിനസ്സുകാരനും അതിനെ നേരത്തെ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചറിയുക. ആ തിരിച്ചറിഞ്ഞും കൊണ്ട് അതിലെ നല്ല കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക, മറ്റുള്ള കാര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കാതിരിക്കുക, കണ്ണടയ്ക്കുക. അത് കാരണം നമ്മുടെ കാര്യമല്ല, അത് കാര്യമല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഞാൻ ഇതുവരെ ഒരു പ്രശ്നവും നേരിട്ടിട്ടില്ല. അപ്പം പ്രത്യേകിച്ച് ഈ വിദേശത്ത് ഒരുപാട് വർഷം നിന്ന ശേഷം നാട്ടിലേക്ക് വന്നിങ്ങനെ തുടങ്ങുമ്പോൾ പലർക്കും ഒരു കൾച്ചറൽ ഷോക്കോ അല്ലെങ്കിൽ കൾച്ചറൽ ലാഗോ ഒക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നം എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടായിരുന്നു? അതെനിക്കുണ്ടായിരുന്നു. ഞാൻ വിദേശത്ത് ഒരു നല്ല എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ജീവിച്ചു. എസ്പെഷ്യലി ദുബായ് എന്ന് പറയുന്നത് ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. അവിടുത്തെ നിയമം അങ്ങനെയാണ്, അവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിലാണ്. ഇപ്പോൾ റോഡിൽ ഇറങ്ങിയാൽ ഉള്ള ഒരു പ്രശ്നമാണ്. അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു കൾച്ചറുമായി ഇഴുകിച്ചേർന്ന് കിടക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ അതുമായി ഇപ്പോൾ ഒരിക്കലും മല രാമൻ്റെ അടുത്തേക്ക് പോകില്ല, രാമൻ മലയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇത് യോജിച്ചാലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി, അതെല്ലാം നമ്മുടെ മെൻറ്റാലിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ ഏതൊരു പ്രശ്നത്തിനെയും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുകയും അതുമായിട്ട് നമ്മൾ ഫിറ്റ് ആവാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ നിൽക്കുന്ന മുഴുവൻ അപരിചിതരാണെന്ന് കരുതുക. അപ്പോൾ എല്ലാവർക്കും ഒരു സഭാകമ്പം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടാവും. നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മൾ ആരെങ്കിലും നോക്കുമോ? അങ്ങനെ ഒരു സഭാകമ്പം നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ ഇല്ല, നമുക്ക് ആ സഭാകമ്പത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരാൾ നോക്കിയിട്ട് പറയും, അവൻ നോക്കിയിട്ട് എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല, എന്ത് നമുക്കൊന്നും ചിരിച്ചാലെന്ത്? ഞാൻ ആരെ കണ്ടാലും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചാൽ 99.9% തിരിച്ചെനിക്കൊരു ചിരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചിരി കൊടുക്കുന്നു, ഞാനൊരു ചിരി എനിക്ക് തിരിച്ചു കിട്ടുന്നു. മനസ്സിലായത്? അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണും. അല്ല, ഇപ്പോൾ പൊതുവേ ഇപ്പം സാറിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്ക് വിദേശത്ത് സാറ് ജീവിക്കുകയും എല്ലാ തരത്തിലും എല്ലാ കംഫർട്ടോടും കൂടി, ഇപ്പം നാട്ടിൽ സെറ്റിലായാലും എല്ലാ കംഫർട്ടോടും കൂടി ജീവിക്കാനുള്ള വളരെ വലിയൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയ ശേഷമാണ് സാറ് വരുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും ഹ്യൂജ് റിസ്ക്, അതായത് എസ്പെഷ്യലി സാറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മേഖലയിലെ ആദ്യത്തെ പ്രോഡക്റ്റാണ്. അതിനൊരു ഗ്ലോബൽ ലോഞ്ചിങ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ എത്ര കോടി രൂപ കയ്യിലുണ്ടെങ്കിലും തികയാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവും. നമ്മൾ എത്ര ചിലവാക്കിയിരുന്നാലും പിന്നെയും കമ്പനി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനെ ഒരു പൊസിഷനിൽ എത്തിക്കുന്നത് വരേക്കും ഇത് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യാതൊരു ഉറപ്പുമില്ല റിട്ടേൺ വരും എന്നുള്ളതിന്. നമ്മൾ ആദ്യം നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനലൈസ് ചെയ്യും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഈ പ്രോജക്റ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പിന്നിൽ വളരെ
ശ്രദ്ധേയമായതും വളരെ സ്ട്രോങ് ആയിട്ടും വളരെ സമയമെടുത്തുമുള്ള എല്ലാ കാര്യങ്ങളെയും വെച്ചും കൊണ്ട് ഇതിൻ്റെ വിജയ പരാജയങ്ങളെ അനലൈസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല, അതങ്ങോട്ട് ചെയ്തു പോകുമ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും എന്നുള്ളത് അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചും എഡിനോറെ സംബന്ധിച്ചും JPNGPയെ സംബന്ധിച്ചും ഞങ്ങൾ അവതരിപ്പിച്ചത് ഏറ്റവും പുതിയ സയൻസാണ് നമ്മുടെ ജീവിതം. സയൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ പ്രപഞ്ചം എന്താണ്, ഓരോ സാധനങ്ങളും എന്താണെന്ന് ഒരാൾ അറിഞ്ഞു. ഈ ആൾ അറിഞ്ഞാൽ മറ്റൊരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ പേരിടണം. പേരിട്ട് വേണേൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പണ്ട് നമ്മുടെ ആയുർവേദത്തിലും മറ്റ് പലതിലും നമുക്ക് പല കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓരോരുത്തരും പൊതിഞ്ഞു വെച്ചേക്കുകയാണ്. അത് മറ്റൊരാളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അത് അവരോടുകൂടി നശിച്ചു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സംബന്ധിച്ച് റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് സയൻസ് എന്ന് പറയുന്നത് പഴയതിനെല്ലാത്തിനും എടുത്തു മറിച്ച് കളണമെന്ന് പറയുന്ന അല്ല. സയൻസിന് അത് ഒരു കാര്യത്തിനെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അത് ഇവിടെ ടെസ്റ്റ് ചെയ്താലും ഉത്തര ധ്രുവത്തിൽ കൊണ്ടുവച്ച് ടെസ്റ്റ് ചെയ്താലും ദക്ഷിണ ധ്രുവത്തിൽ കൊണ്ടുവച്ച് ടെസ്റ്റ് ചെയ്താലും ഒരേ റിസൾട്ട് തന്നെ കിട്ടണം. അപ്പോൾ എഡിനോറ മുന്നോട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു സംഗതിയാണ്, അതിന്റെ ഫ്യൂച്ചറിന്റെ സംഗതിയാണ്. ഇനി അതിന് മേലേക്കൊന്നും വരാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയുമാണ്. കാരണം നമ്മളുടെ ഈ സയൻസിലുള്ള അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒരുപാട് അനാവശ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാലും മരുന്നുകൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നാലും ഇന്ന് നമ്മുടെ ഫുഡ് കൾച്ചറായാലും അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ ഹനിക്കുന്നുണ്ട്. ഇത് ഒരുപാട് പേര് മനസ്സിലാക്കുന്നില്ല. ഇവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഫാഷനാണ്, നമുക്കത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എഡിനോറ മുന്നോട്ട് കൊണ്ടുവന്നത് ആ ഏറ്റവും സയൻസിൻ്റെ ഏറ്റവും പുതിയ അറിവുകളെയാണ്. അപ്പോൾ അതങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് നേരത്തെ മനസ്സിലാക്കിയിരുന്നു, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് മറ്റ് പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന എല്ലാ ബെനിഫിറ്റും കൊടുക്കും, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബെനിഫിറ്റും കൊടുക്കും. അപ്പോൾ ഒരു കസ്റ്റമർ അത് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ റിപ്പീറ്റ് പർച്ചേസ് ചെയ്യും. അപ്പോൾ ആദ്യം പറയുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ, രണ്ടാമത് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ അവരാണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്, അവരാണ് നമുക്ക് വേണ്ടി നമ്മുടെ പ്രൊമോട്ടർ, പിന്നെ അവരാണ്. ഇല്ല, ഇത് സാറ് പറയുമ്പോൾ ഇതുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒരു പുറത്ത് നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് എന്താണ്, ഒരു പുതിയ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം കൊണ്ടുവന്ന് ഒരാൾ കുറേ കോടിക്കണക്കിന് രൂപ അങ്ങ് ചിലവാക്കിയിട്ട് ഇതിനൊരു ബ്രാൻഡ് ആക്കുന്നു, ഒരു പഠനം ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് കൊണ്ടുപോയി ചെയ്യുന്നതാണ് എന്നുള്ളത് ആയിരിക്കും ബഹുഭൂരിപക്ഷം വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എത്രയോ വർഷം നീളുന്ന പ്ലാനിങ്ങും എത്രയോ വർഷങ്ങൾ നീളുന്ന പതിറ്റാണ്ടുകൾ നീളുന്ന ഗവേഷണവും ഉണ്ട് എന്നുള്ളത് പലരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ അവർ കാണുന്നത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് പലരും അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ അവതരിപ്പിച്ചിട്ട് കുഴിയിൽ വീഴുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതും 100% അത് പഠിച്ചിട്ട് ചെയ്യുക, അത് 100% ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നമ്മൾ ഈ സൊസൈറ്റിയുടെ ഭാഗമാണെന്നും നമ്മൾ ഈ ഭൂമിയിലുള്ളതാണെന്നും നമ്മൾ ഈ പ്രപഞ്ചത്തിലാണെന്നും നമുക്ക് അതിനോടൊരു പ്രതിബദ്ധത ഉണ്ട് എന്നുള്ള ആ പ്രതിബദ്ധതയോടുകൂടി നമ്മൾ ഏത് കാര്യം ചെയ്താലും നമുക്കൊരിക്കലും പുറകോട്ട് നോക്കേണ്ടി വരാം. അപ്പോൾ ഈ മെൻഡർ ശല്യങ്ങൾക്കിടയിൽ ഈ മെൻഡർമാരുടെ വാക്കും കേട്ട് കോടികൾ കടം വാങ്ങിച്ചിട്ട് അറിഞ്ഞുകൂടാത്ത ബിസിനസ് ചെയ്ത് പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സത്യത്തിൽ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അവർക്ക് അറിയില്ല ഒരു സോൾ പ്രൊപ്പറേറ്ററി എന്താണ്, ഒരു പാർട്ട്ണർഷിപ്പ് എന്താണ്, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്താണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്താണ്, ഇത് ഓരോന്നിൻ്റെയും പരിരക്ഷകൾ എന്താണ്, എന്തിന് ഞാൻ ഇതിൽ ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് അവർക്കറിയില്ല. അവരെ ആരും എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല, അവരെ സഹായിക്കാനും ആരുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ ഫോറങ്ങളില്ല, ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കാൻ ഇതാണ്. ഈ നടത്തി പരാജയപ്പെട്ടവർ ഇങ്ങനെയൊക്കെ പരാജയപ്പെട്ടു, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തള്ളുന്നതല്ലാതെ ശാസ്ത്രീയമായി ടെക്നിക്കലി പഠിപ്പിക്കാനായിട്ടൊരു സ്ഥാപനമോ ഇൻസ്റ്റിറ്റ്യൂട്ടോ വ്യക്തികളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ സ്ഥിതിക്ക് അപ്പോൾ ഒരാൾ ശരിക്കും പറഞ്ഞാൽ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് പലരും ചെയ്യുന്നത്. ഇപ്പോൾ പല ഷേപ്പിലാണ് അവർ തൊട്ട് നോക്കുന്നത്, കാരണം അവർ ചെയ്തിട്ടില്ല, അവർക്കറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രോപ്പർ പ്ലാനിങ്ങിന് ബിസിനസ്സിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? പ്രോപ്പർ പ്ലാനിങ്ങിന് 100% പ്രാധാന്യം, അതിൽ കുറഞ്ഞ ഒന്നുമില്ല. ബിസിനസ്സിൽ പ്രോപ്പർ പ്ലാനിങ് ഇല്ല, നമ്മുടെ പ്ലാനിങ്ങിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ
പ്രശ്നത്തിലേക്ക്. അത് നമ്മൾ 100% നമുക്ക് ശരിയാണെന്ന് തോന്നിയാലും നമുക്ക് എപ്പോഴും പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി വേണം. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ എ നടപ്പിലാക്കുന്നു. പ്ലാൻ എ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നു. ആ ഔട്ട്പുട്ട് അല്ല വരുന്നതെങ്കിൽ അത് എത്രത്തോളം താഴേക്ക് പോകാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിന് മണിക്കൂറിൽ തന്നെ, ഈവൻ മിനിറ്റിലോ സെക്കൻഡിലോ അല്ലെങ്കിൽ ദിവസമോ അത് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ ആ പ്ലാൻ എ നമുക്കത് പരാജയമാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോഴേ തന്നെ നമുക്ക് പ്ലാൻ ബിയിലേക്ക് പോകാൻ നടക്കണം. അല്ലാണ്ട് പ്ലാൻ എ പരാജയപ്പെട്ടതിന് ശേഷം പ്ലാൻ ബി ഉണ്ടാക്കാൻ നടന്നു കഴിഞ്ഞാൽ സമയം കിട്ടില്ല. അതുപോലെ പ്ലാൻ ബിയും പോയാൽ പ്ലാൻ സിയിലേക്കും പോകാനായിട്ടുള്ള ഇത് കഴിയണം. മാനസികമായ ക്ഷമതയും വേണം. ഇതെല്ലാം മാനസിക ക്ഷമതയുടെ ഭാഗമാണ്. ഇതെല്ലാം മാനസിക വളർച്ച എന്ന് പറയുന്നത് കുറച്ച് കാണാപ്പാഠം പഠിക്കുകയോ അല്ലെങ്കിൽ അച്ചടി ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നതല്ല ആ ബ്രോഡ്നെസ് എന്ന് പറയുന്നത്. അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും അതിൽ നിന്ന് സ്വാംശീകരിച്ച് നമുക്ക് ആവശ്യമായത് എടുക്കാനും അതിൽ നമ്മെ ഹോണ്ട് ചെയ്യുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെ തള്ളിക്കളയാനും ഒക്കെ ഉള്ള ഒരു മാനസിക പക്വത. ശരിക്കും നമ്മളൊരു വാഹനം ഓടിക്കുന്നത് പോലെയാണ്. അതായത് നിമിഷ നേരം കൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതില്ലാത്ത ഒരാൾ അതിനോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അപ്പം ഈ വരുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷത്തിനും പെട്ടെന്ന് ഈ പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയാണ് ഇവരെ ഈ ഒരു ബിസിനസ്സിലോട്ട്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നു. അപ്പം എല്ലാവരും ആദ്യം കാണുന്ന എന്താണ്? ഒന്നുകിൽ ഒരു പലചരക്ക് കട, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക, അല്ലെങ്കിൽ എന്താണ് ഒരു റൈസ് മില്ല് തുടങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോട്ടൽ തുടങ്ങുക. ഇങ്ങനെയുള്ള സ്ഥിരം ക്ലീഷകൾക്കപ്പുറത്ത് ഇതിനെല്ലാം ആവശ്യം പോലെ കോമ്പറ്റീറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന സംഗതി നമ്മൾ എവിടെ ചെയ്താലും ദർ മസ്റ്റ് ബി എ കോമ്പറ്റീറ്റർ, അതിനൊരു സംശയം വേണ്ട. പക്ഷേ കോമ്പറ്റീറ്റർ ഇല്ലാത്ത നോവലായ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു ആശയം കണ്ടെത്താനോ അതിൻ്റെ പിന്നാലെ പോകാനോ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് വൈമുഖ്യം ഉണ്ടാകുന്നത്? ലോട്ടറി, ഇപ്പോൾ ഒരു ലോട്ടറി അതിൻ്റെ ആയിക്കോട്ടെ, അത് കേരള സ്റ്റേറ്റ് ആയിക്കോട്ടെ, കർണാടക സ്റ്റേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാഗാലാൻഡ് ആയിക്കോട്ടെ, സിക്കിം ആയിക്കോട്ടെ, അതോ ആയിക്കോട്ടെ, ഈ ഭാഗ്യക്കുറി എടുക്കുന്ന ആൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ ഈ പ്രസ്തുത സ്ഥാപനം എത്ര ഭാഗ്യക്കുറി പ്രിന്റ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി പ്രിന്റ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ 1 കോടി പ്രിന്റ് ചെയ്തതിൽ നിന്ന് നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ 1 കോടിയിൽ 1 ആണ്. 1 കോടിയിൽ 1 ആണ്. അപ്പോൾ ഇത് ആലോചിക്കാനുള്ള ശേഷി അവർക്കുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് വീണ്ടും റീതിങ്ക് ചെയ്യും. ഇപ്പോൾ ഭാഗ്യക്കുറി നമുക്ക് എല്ലാം ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആർഭാടരഹിതമായ കല്യാണങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ആൾ. എൻ്റെ കല്യാണം ഞാൻ അങ്ങനെയാണ് നടത്തിയത്, എൻ്റെ മകൻ്റെ കല്യാണം അങ്ങനെ. അതേസമയം ആർഭാടമായിട്ട് നടത്തുന്ന കല്യാണങ്ങളോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. കാരണം അവിടെ കുറേ തൊഴിലുകൾ ജനറേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരാളിൻ്റെ കുറേ പണമുണ്ട്, അയാളുടെ മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ട് അതിനെ ചെലവാക്കണമെങ്കിൽ അദ്ദേഹം ചെലവാക്കട്ടെ. ചെലവാക്കുമ്പോൾ കുറേ പേർക്ക് അവിടെ തൊഴിൽ വരും, അവിടെ ക്യാഷ് ഫ്ലോ വരും. ക്യാഷ് ഫ്ലോ വരും. അപ്പോൾ പൈസ ഉള്ളവർ ചെലവാക്കണം. പൈസ ഉള്ളവർ ഒരിക്കലും കൊണ്ട് വെക്കരുത്. നമ്മുടെ ക്യാപിറ്റൽ എക്കണോമിയിലുള്ള ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ പണം ജനറേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ പണം ഉണ്ടാക്കാനോ ഉള്ള ആഗ്രഹം വരില്ല. അവരത് ചെയ്യില്ല. ഇപ്പം എല്ലാം പറയാണ്. ഇപ്പം ഞാൻ നാളെ, നമുക്കിവിടെ ഇപ്പം ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, ഞാൻ നാളെ പറയാണ് നമുക്ക് എല്ലാ പേർക്കും സാലറി ഈക്വൽ ആക്കട്ടെ. എത്ര പേര് വർക്ക് ചെയ്യും? വർക്ക് ചെയ്യില്ല. അവർക്ക്, കാരണം അവർക്ക് അവരെ കുറിച്ചൊരു പ്രൈഡും മതിപ്പും ഉണ്ട്. എനിക്കിത് കിട്ടണം. അപ്പോൾ ആ കിട്ടണ അത് മനുഷ്യജീവി എന്നുള്ള നിലയിൽ അങ്ങനെയാണ് സാർ. ഇപ്പോൾ അത് നോക്കുന്നു, ഇപ്പോൾ സാറിൻ്റെ സ്റ്റാഫായിട്ട് 10 വർഷമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് കൊടുക്കുന്ന അതേ സാലറി അതിൻ്റെ വളരെ ജൂനിയറായിട്ട് വന്ന ഒരാളിന് ഓഫർ ചെയ്താൽ പിന്നെ ഈ കുട്ടി എന്തിനിവിടെ നിൽക്കണമെന്ന് സ്വാഭാവികമായിട്ട് ആ കുട്ടി ചിന്തിക്കുമല്ലോ. അതെ. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ പേർക്കും ഉണ്ടാവും. പക്ഷെ സമ്പാദിച്ചാൽ നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണം. ആ പൈസയെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യരുത്, ഡെഡ് മണി ആയിട്ട് വെക്കരുത്. നമുക്ക് എപ്പോഴും റിസഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് റിസഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡെഡ് മണി കുന്നുകൂടും. ഇത് മാർക്കറ്റിലോട്ട് വരില്ല. മനസ്സിലായി? ഇവർ ഗോൾഡായിട്ടും അതും ഇതുമായിട്ടും വാങ്ങിയിട്ട് ഇവർ കുന്നുകൂട്ടി വെക്കും. ഇത് ഇവിടെ ആൾക്കാരിൽ നിന്ന് നമ്മൾ എടുത്ത പൈസയാണ്. ഈ പൈസ വീണ്ടും സർക്കുലേറ്റ് ചെയ്യണം. പുതിയ സാധനങ്ങൾ വരണം, സേവനങ്ങൾ വരണം. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ തൊഴിലുണ്ടാവും. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് പൈസ ഉണ്ടാക്കുക, എവിടെയെങ്കിലും കൊണ്ട് കിടക്കുക. ഇപ്പൊ ഒരാൾ ഹെലികോപ്റ്റർ വാങ്ങി എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ വാങ്ങുമ്പോൾ ആ ഹെലികോപ്റ്റർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഒരു ഹെലികോപ്റ്റർ വിൽക്കപ്പെടും. അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. ആയിരക്കണക്കിന് ശമ്പളം കിട്ടുകയാണ്. ഇത് ഓടുമ്പോൾ അതിന് മെയിൻ്റനൻസ് വരും. അത് അയാളിൽ കാശുണ്ട്, അയാളെ കുറച്ച് കാശ് അയാൾ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഈ പൊതുജനങ്ങളുടെ പൊതുബോധം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരാൾ, ഒരു വ്യവസായി പുതിയ ഹെലികോപ്റ്റർ വാങ്ങി, അല്ലെങ്കിൽ അയാളൊരു ആഡംബര വില്ല മേടിച്ചു.
അല്ലെങ്കിൽ ഒരു ഈ ഹൈ എൻഡ് ലക്ഷറി കാർ മേടിക്കുന്നു. ഈ അവർ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ അവരുടെ ഇടുന്ന സോഷ്യൽ മീഡിയ പേജിൻ്റെ താഴെ വരുന്ന ശാപവചനങ്ങൾ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ ഇത് നീ മരിക്കുമ്പോൾ കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ 6 അടി മണ്ണ് മാത്രമേ നിനക്ക് അവസാനമുള്ളൂ. പിന്നെ ഈ മതഗ്രന്ഥങ്ങളിലും അവിടെയും കാണുന്ന കുറേ സൂക്തങ്ങൾ, ഈ സംഗതികൾ എനിക്കത് കറക്റ്റായിട്ട് പറയാറില്ല, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുക. അപ്പോൾ ഇതെന്താണ് ഈ മലയാളികളുടെ ഈ ഒരു പൊതുബോധം ഇത്തരത്തിൽ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ? കാരണം അവർ ഇപ്പോൾ ഒരു ലക്ഷറി കാറ് വാങ്ങിച്ചാൽ അതിൻ്റെ നമുക്ക് തന്നെ അറിയാം 40% നികുതിയാണ് കൊടുക്കുന്നത്. ഓരോ 10 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ ഗവൺമെൻറ്റിന് പോവുകയാണ് ചെയ്യുന്നത്. അതും എക്സ്ട്രാ ലക്ഷറി വാഹനങ്ങൾ വാങ്ങിക്കുമ്പം 200% മേലൊക്കെയാണ് പലതിനും നികുതി വരുന്നത്, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ. ഇപ്പം യൂറോപ്പിൽ നിന്ന് വരുന്ന കാരണമൊക്കെ കുറയ്ക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അപ്പം ആ പൈസയും തത്വത്തിൽ ജനങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്, ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അത്രയും പേർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിനക്ക് ഈ പണം വല്ല പാവങ്ങൾക്കും കൊടുത്തുകൂടെ എന്ന ചോദ്യം ചോദിക്കുന്ന നന്മമരങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇതെന്താണ് ഈ ഒരു മാനസികാവസ്ഥയുടെ പിന്നിലുള്ള ഈ ചേതോ വികാരം എന്താണ്? അപ്പോൾ വക്കീൽ തന്നെ അതിൻ്റെ ആൻസർ പറഞ്ഞു. ആ പൈസ എങ്ങനെ ആ ക്യാഷ് ഫ്ലോയെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത്. അതല്ല, നമുക്ക് ആ ക്യാഷ് ഫ്ലോ ഇല്ലാതാക്കാൻ പറ്റും. ഇവരാരെങ്കിലും അങ്ങനെ ചെയ്യാൻ തയ്യാറാകുമോ? ഇവരേൽ കാശുണ്ട്, ഇവരതിന് ചെയ്യാനായിട്ട് തയ്യാറാകും. അപ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാനല്ല 2 നേരത്തെ ആഹാരത്തിന് പൈസ ഉണ്ടെങ്കിൽ ആ ഒരു നേരത്തിന്റെ പൈസ മറ്റൊരാൾക്ക് കൊടുക്കുമോ? അയ്യോ, ഇനി അടുത്ത നേരത്തിന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നവരെ കാണുകയുള്ളൂ. കാരണം എല്ലാ പേർക്കും അവരെ സംബന്ധിച്ചുള്ള കരുതലുണ്ട്. അത് എല്ലാ ജീവികൾക്കും ഉണ്ട്, അത് മനുഷ്യനിലും ഉണ്ട്. പക്ഷെ മനുഷ്യൻ ഇങ്ങോട്ട് വന്നൊരു സാമൂഹ്യ ജീവിയാവുകയും ഇങ്ങനെ ഒരു സോഷ്യൽ ലൈഫൊക്കെ ഉണ്ടാക്കുകയും ചെയ്യപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അതെല്ലാം അവരവരുടെ തന്നെ എന്താണ് സ്വാതന്ത്ര്യം, മറ്റൊരാളുടെ സ്വാതന്ത്ര്യം എന്താണ്, നമ്മുടെ കടമ എന്താണ്, നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള അതിൽ വരുന്ന പാകപ്പിഴകളാണ്. അതൊക്കെ പതുക്കെ പരിഹരിക്കപ്പെടും. ഇതുവരെയുള്ളതൊക്കെ കുറഞ്ഞു വരും എന്ന് പ്രത്യാശിക്കാം. അങ്ങനെ പ്രത്യാശയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പോൾ ഈ ബിസിനസ്സിൽ പലരും വന്ന് ഒരു പ്രത്യേക ആംഗിളിൽ അത് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വരുന്നത്. അപ്പോൾ ഇവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനവും നാട്ടിലില്ല. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എത്രയായിരിക്കണമെന്നാണ് സാർ വിചാരിക്കുന്നത്? അതിപ്പം ബാങ്കുകൾ അവരുടെ ആധാരം മൊത്തം കൊടുത്താൽ അതിനുള്ള ഫുൾ എമൗണ്ട് കൊടുക്കാൻ തയ്യാറായിട്ട്, കൂടുതൽ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 100% ഫണ്ടിങ്ങിൽ, പുറത്തുനിന്നുള്ള ഫണ്ടിങ്ങിൽ നടത്തി ഏതെങ്കിലും ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റുമോ? ഒരു മിനിമം ഒരു 50% പ്രൊമോട്ടർ കോൺട്രിബ്യൂഷനെങ്കിലും വേണ്ട. അല്ലെങ്കിൽ എത്രയാണ് ഒരു പ്രൊമോട്ടർ കോൺട്രിബ്യൂഷനായിട്ട് എത്ര രൂപ ഒരു വ്യക്തി നിക്ഷേപിക്കണം? അയാളുടെ ബിസിനസ്സിൽ എത്ര ശതമാനം വരെ അയാൾക്ക് കടമെടുക്കാം? അതുപോലെ എത്ര ശതമാനം റിസർവ് മണി അയാൾ സൂക്ഷിക്കണം? എത്ര നാളത്തേക്ക് ഇത് ഓടിക്കൊണ്ടു പോകാനുള്ള എമൗണ്ട് കയ്യിൽ കരുതണം? ഇങ്ങനെയുള്ള കാര്യത്തിനെ സംബന്ധിച്ച് എന്താണ് സാറിൻ്റെ ആ ഒരു മേഖലയിലുള്ള അനുഭവ പരിചയം വെച്ചിട്ട് എന്താണ് പറയാൻ? എൻ്റെ അനുഭവത്തിൽ അവനവൻ സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് തന്നെയാണ് ബിസിനസ് തുടങ്ങേണ്ടത്. എന്നാൽ മാത്രമേ ആ പണം ഉണ്ടാക്കിയതിൻ്റെ ഒരു പെയിനും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ല, ഇപ്പോൾ ഒരാളിന് അതിഭയങ്കരമായ ഒരു ഐഡിയ ഉണ്ട്, ഒരു നല്ല മെഡിസിൻ അദ്ദേഹം കണ്ടുപിടിച്ചു, ആ മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ അതിനൊരു ഇൻവെസ്റ്റർ തിരക്കുന്നതിലോ, അല്ലെങ്കിൽ ബാങ്കിനൊന്നും അങ്ങനെ മുഴുവനൊന്നും കൊടുക്കാൻ കഴിയില്ല, ആ ഇൻവെസ്റ്റർ തിരക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിൽ ചേർക്കുന്നതിലോ ഒന്നും തന്നെ തെറ്റില്ല. പക്ഷെ അതേസമയം അങ്ങനെ അല്ലാത്ത വളരെ ബാഡ് പ്രാക്ടീസസ് സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഇപ്പോൾ തുടങ്ങിയിട്ട് 4 വർഷമായി. നമ്മുടെ കമ്പനിക്ക് ഇന്നൊരു വാല്യുവേഷൻ ഉണ്ട്, ഒരു എമൗണ്ടാണ്. ഈ വാല്യുവേഷനിലാണ് പിന്നെ നമ്മുടെ ഷെയർ പോകുന്നത്. ആ വാല്യുവേഷൻ ഇങ്ങനെ കൊടുത്തിട്ട് അതിന് പണം വാങ്ങിയിട്ട് അതിൽ നിന്ന് ഹൈ സാലറി എടുത്തും കൊണ്ട് ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെ എത്രയെങ്കിലും ബിസിനസ്സുകൾ പൊളിഞ്ഞു പോവുകയും അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായവർ കുഴപ്പത്തിലാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു അഴുക്ക പ്രവൃത്തിയും അത് സൊസൈറ്റിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ്, ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൻ്റെ മതിൽ കാണുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും വിഷമം തോന്നും. ഞാൻ എന്തിനാ ഇങ്ങനെ മതിൽ കെട്ടിയിട്ട് അതിനകത്ത് താമസിക്കുന്നതെന്ന് തോന്നും. പക്ഷെ എനിക്ക് ചുറ്റാകെ ഉള്ള ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ എൻ്റെ അയൽവക്കക്കാരെന്നുള്ളതല്ല, അത് അവിടെ ആരെപ്പോ അതിക്രമിച്ച് കടക്കും എന്നുള്ള ഒരു ബാഡ് ഫീലിംഗ് ആണ് നമ്മൾ അങ്ങനെ ഒരു സെക്യൂരിറ്റി വെക്കാനായിട്ട് തയ്യാറാകുന്നത്. അതേസമയം നമ്മുടെ നാട്ടിൽ മോഷണമില്ല, നമ്മുടെ നാട്ടിൽ മറ്റ് ആക്രമണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറാവില്ല, നമ്മൾ ബോധേഡാവില്ല. അപ്പൊ എല്ലാ പേരും കൂടി വിചാരിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് അവിടെയുള്ള
എല്ലാ പേരും സമൂഹം മൊത്തത്തിൽ ഉത്തരവാദി. അതിൽ ഞാൻ നല്ലത് ചെയ്തു എന്നതും പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. അർത്ഥവും. കുറ്റം പറയാൻ വേണ്ടി ആരെ വേണോ നമുക്ക് എന്തും പറയാം. കുറ്റം പറയലല്ല നമുക്ക് ആവശ്യം. നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, അത് പ്രൊഫഷണലായി നമ്മൾ ചെയ്യാനായിട്ട് ശീലിക്കുക, എല്ലാവരെയും നമ്മൾ അംഗീകരിക്കുക, അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. അങ്ങനെ മുന്നേറുന്നവർ തന്നെയാണ് ലോകത്തെവിടെയും വിജയിച്ചിട്ടുള്ള ജനത. എനിക്ക് നല്ല ഹോപ്പുണ്ട് നമ്മുടെ ജനതയും അങ്ങനെ അത് കൂടുതൽ ഇമ്പ്രൂവായി വരും. അപ്പോഴവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധരാവണ്ട. നമ്മൾ ചിന്തിക്കുക, ഷെയർ ചെയ്യുക, ധൈര്യമായിട്ട്. പിന്നെ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ചെയ്ത് വിജയിച്ചൊരു ബിസിനസ്, ഇപ്പോൾ സാർ ഒരു സ്ഥലത്ത് ഒരു ഹൈപ്പർ മാർക്കറ്റ് എടുത്തു, അവിടെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഒഴിവുണ്ടെങ്കിൽ ഉടനെ ഒരാൾ ഓടിക്കൊണ്ടുവന്ന് ഇത് കഴിയുമെങ്കിൽ ഈ പേരിന് സാമ്യമുള്ള ഒരു പേര് തന്നെ, ഇപ്പോൾ ഒരാൾ ഹോട്ടൽ നടത്തുന്നു അല്ലെങ്കിൽ അയാൾ മറ്റ് എന്തെങ്കിലും ബിസിനസ് നടത്തുന്നു, ഈ അയാളുടെ ട്രേഡ് നെയിമിനോട് താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്ന ഒരു പേര് തന്നെ കണ്ടുപിടിച്ചെടുക്കുക. അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കാര്യം, ഇപ്പോൾ ഒരു തടിമില്ല് ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നു, അപ്പം ശരി, അവിടെ ആ മില്ലിന് ചെയ്യാനുള്ള വർക്ക് ഉണ്ട്, അവർ ഒക്കെയാണ്. അവിടെ വേറൊരെണ്ണം കൂടെ വരുമ്പോൾ ഈ നടത്തുന്നവനും പ്രതിസന്ധിയിലാവും, പുതുതായിട്ട് വരുന്നവനും പ്രശ്നത്തിലാവും. അപ്പം അവിടെ സത്യത്തിൽ ആവശ്യമുള്ളത് ചിലപ്പോൾ വേറൊരു തുണിക്കടയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് വാടകയ്ക്ക് കൊടുക്കുന്നൊരു സംഭവമായിരിക്കും, സോ എന്തുമാകാം. പക്ഷേ ഈ വ്യത്യസ്തതയിലോട്ട് പോവാതെ ഈ ഒരു ഉറുമ്പിൻ്റെ പുറകെ മറ്റൊരു ഉറുമ്പ് പോകുന്നത് പോലെ ഈ പോകാനുള്ള ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രവണത, അത് വളരെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് ഊറ്റം കൊള്ളുന്ന പലരുമാണ് ഇത്തരത്തിലുള്ള ഈ അബദ്ധജടിലമായ കാര്യങ്ങൾ ചെയ്തു വെക്കുകയും പിന്നീട് കുഴപ്പത്തിലാവുകയും ഈ മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നവൻ സഹിതം താഴോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായി വരുന്നത്. ഇത് ക്യൂറബിളായൊരു ഡിസീസാണോ? അല്ല, ഒരിക്കലും അല്ല. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ തന്നെ ആൾക്കാർക്ക് ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനും അതിനെ വിലയിരുത്താനും കഴിയാത്തതാണ്. യഥാർത്ഥത്തിൽ ഇതേ സബ്ജക്റ്റ് ഒരു 4-5 ദിവസം മുമ്പ് ഞാനും പ്രവീണും ആഷിയും കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ സംസാരിച്ചു. ഒരു സ്ഥലത്ത് ഒരു ഹോട്ടൽ നടക്കുന്നു, ആ പ്രദേശത്ത് അതൊരെണ്ണമേ ഉള്ളൂ അവർ ചെയ്യുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പുതുതായിട്ടൊരു കട വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ആരാണോ എന്തോ ഇത് ഇയാൾ ചെയ്തത്, ഈ 2 കടയിലത്തേക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ആൾക്കാർ ഇവിടെ വരുമോ എന്ന് ഇവർ പഠനം നടത്തിയിട്ടാണോ ഇത് ചെയ്തിട്ടുള്ളത്? വന്നില്ല എങ്കിൽ 2 പേരും ട്രബിളിലാവും. അതിവിടെ നിരന്തരം നടക്കുന്നുണ്ട്. കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത് ആൾക്കാരുടെ സ്വഭാവമാണ്. ഏതൊരു നല്ല സാധനം വന്നാലും അതിന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിലാക്കലിൻ്റെയും ആ ഒരു സഹനത്തിൻ്റെയും ഒക്കെ കുറവാണ്, അത്യാഗ്രഹത്തിൻ്റെയും വെള്ള എടുത്തുചാട്ടമാണ്. അത് നമുക്ക് എന്തായാലും ശരി, എൻ്റെ അഭിപ്രായത്തിൽ വക്കീലെ, ഈ ഭൂമിയിൽ നമുക്ക് എല്ലാ പേർക്കും സുഖകരമായി ജീവിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. വിഭവങ്ങളുമുണ്ട്. നമുക്കതിനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി അടുത്ത് 5 വർഷം വരാൻ പോകുന്ന വളർച്ചയെന്ന് പറയുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ 50 വർഷത്തിലേക്ക് വന്നതിനേക്കാളും കൂടുതൽ 5 വർഷം കൊണ്ട് വരും. ഏകദേശം 100-150 വർഷത്തെ വളർച്ച 5 വർഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പുതിയ മേഖലകൾ നോക്കുക, ആ പുതിയ മേഖലകളിലേക്ക് നമ്മൾ പോവുക, അതൊക്കെയാണ് നമുക്ക് ആവശ്യമായ കാര്യമെന്ന്. പക്ഷേ ഈ യൂട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന മേഖലയിൽ ആൾക്കാർ ഒട്ടും ബോധവാന്മാരല്ലാതായി പോകുന്നു. പ്രത്യേകിച്ച് ഈ നമ്മുടെ ടെക്നോളജിയും മറ്റു കാര്യങ്ങളൊക്കെ ഇത്രയും വരുമ്പോൾ ഒരു പ്രോപ്പറായ ഫീൽഡ് സ്റ്റഡി അതെന്താണെന്ന് പോലും, അതിൻ്റെ അനധിവിദൂരമായ സാധ്യതകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കയ്യിലുള്ള കാശെടുത്ത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മുടക്കാനുള്ള ഈ മനോഭാവം, ഇത് മാറി വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതെ, തീർച്ചയായിട്ടും മാറി വരും. നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയുകയും ചെയ്യാം. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് ഈ ലോകം മാറിയിട്ടുള്ളത്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും മാറില്ല. അത് പതുക്കെ ഈ ഫീൽഡ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് സത്യത്തിൽ ഈ എല്ലാവരും ഈ ജയിച്ചു നിൽക്കുന്ന ബിസിനസ്സുകാരാണല്ലോ. ഇപ്പോൾ സാറിനെ തന്നെ എത്ര പേര് ഒരാഴ്ച സമീപിക്കുന്നുണ്ടെന്ന് സാറിന് അറിയാം, പല കാര്യത്തിനും ഗൈഡൻസ് ചോദിക്കാനും മറ്റുമൊക്കെ. പക്ഷെ അതുപോലെ തന്നെ ഈ പൊളിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെയും സമീപിക്കേണ്ടില്ല, അവരെന്തുകൊണ്ട് പൊട്ടിയെന്നുള്ളത് മനസ്സിലാക്കട്ടെ. പക്ഷെ അത് എത്ര പേര് പോകുന്നുണ്ട് അതിന്? ഈ ജയിച്ചു നിൽക്കുന്നവരോടാണല്ലോ ഈ പൊതുവെ താല്പര്യം വരുന്നത്. അതെ, അല്ല, അത് ഞാനിപ്പോൾ നേരത്തെ വക്കീൽ പറഞ്ഞ ആ ഇതിൽ ഞാൻ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ മേളിൽ നിൽക്കുന്ന താമരപ്പൂ കാണാൻ വളരെ മനോഹരമാണ്. പക്ഷെ അത് പൊടിച്ചു വന്നിരിക്കുന്നത് താഴെ ചെളിക്കുണ്ടിൽ നിന്ന് ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത്. ആ സ്ട്രഗിളും കൂടി നമ്മൾ മനസ്സിലാക്കാതെ നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു
ഒരു ഭ്രമത്തിലിരുന്ന് കഴിഞ്ഞാൽ അത് പരാജയത്തിൻ്റെയൊക്കെയുള്ളതാണ്. അതാണ് കോസ്റ്റ് സ്റ്റഡി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കാര്യം ഈ നമ്മളെ ഈ സമൂഹത്തിൽ കാണുന്ന നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് കൂടി ആയതുകൊണ്ട് നമുക്ക് ചുറ്റും കാണുന്ന ഈ പരസ്യത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും മേടിക്കണം, ഈ പറയുന്ന ഒരു ഹൈ എൻഡ് ലൈഫ് മോഹിച്ചിട്ട് ഇപ്പോൾ ബിസിനസ്സുകാരുടേത് അങ്ങനെ ഈ ഒരു റോസ് ബെഡാണ് എന്നൊക്കെ ഒരു ചിന്തയുടെ പുറത്താണ് പലരും വന്ന്, അതായത് പെട്ടെന്ന് തുടങ്ങുക, പെട്ടെന്ന് വലിയൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുക, അതെടുത്തിട്ട് അത് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുക, ജെറ്റ് വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തിൽ ആ ഒരു ഫാൻറ്റസി വേൾഡിലാണ് പലരും വന്ന് തുടങ്ങുന്നതും അതുപോലെ വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് പലരും ജീവിതമേ വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിലോട്ട് പോകുന്നതുമൊക്കെ. അപ്പം ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായ ഒരു അവയർനെസ്സും എഡ്യൂക്കേഷനും കൊടുക്കാനുള്ള സംവിധാനം സ്റ്റേറ്റ് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടില്ലേ? അത് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ മിനിമം ഇത്ര അവേഴ്സെങ്കിലും ഒരു നിർബന്ധിതമായ ഒരു കോച്ചിങ് ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മിനിമം അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്കും അതിൻ്റെ ലീഗാലിറ്റിയും അതുമായി ബന്ധപ്പെട്ടെടുക്കേണ്ട ലൈസൻസുകളും. ഇപ്പം വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ ശരിക്കും രാഷ്ട്രീയമായ കാരണങ്ങളാൽ പൊളിഞ്ഞു പോയതാണ് ആ ബിസിനസ് എന്നുള്ളതിനേക്കാൾ ഉപരി തനിക്ക് അറിഞ്ഞുകൂടാത്ത മേഖലയിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പൈസ മുടക്കിയ മുതലാളിയും ഈക്വലി കുറ്റക്കാരനാണ്. പക്ഷെ ആ കാര്യം ചിന്തിക്കാതെ തനിക്ക് അറിഞ്ഞുകൂടാത്ത മേഖലയിൽ പൈസ മുടക്കി, ഇപ്പം ഒരു പ്രൈവറ്റ് ബസ് എന്താണ്, ആ ബസ് ഓടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മുടക്കമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ഒരാൾ പൈസ മുടക്കുകയാണ്. അപ്പോൾ അതാണ് സത്യത്തിൽ അയാളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് വരുന്നത്. മറ്റ് പെരിഫറലായ മറ്റ് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ ഈ ഒരു മേഖലയിൽ അവയർനെസ് കൊടുക്കാനും ഈ ഇഗ്നോറൻസ് മാറ്റിയെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനില്ലേ? സ്റ്റേറ്റിനുണ്ട്. സ്റ്റേറ്റ് ഒരു പരിധി വരെ അത് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഇപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും സ്റ്റാർട്ടപ്പുകളും അങ്ങനെ പലതരത്തിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോൾ എത്രയോ പേര് SSLC എഴുതും, അവരെല്ലാ പേരും പ്ലസ് ടു പാസ്സാവാറുണ്ടോ? അവരെല്ലാവരും ഡിഗ്രിക്ക് പോകാറുണ്ടോ? ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അനുസരിച്ചല്ല, സപ്ലൈയും ഡിമാൻഡും തമ്മിൽ എപ്പോഴും ഒരു അന്തരം ഉണ്ടാവും. പക്ഷെ നമ്മുടെ എല്ലാ പേരുടെയും റെസ്പോൺസിബിലിറ്റിയും നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം. എല്ലാവരും ആർജിച്ചെടുക്കണം. അതിന് പരസ്പരം സഹായിക്കണം. അറിയാവുന്നവർ പരസ്പരം സഹായിക്കണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ അത് ശരിയാവും. ഓക്കെ സാർ, അപ്പോൾ താങ്ക് യു.